എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 15-ന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉന്നതമായ പദവികൾ, ഉയർന്ന തരത്തിൽ നമ്മളെ ഉത്തരവാദിത്തമുള്ളവരാക്കണമെന്ന തത്വത്തെ യോഹന്നാന്റെ സുവിശേഷം അടിവര ഇട്ട് ആവർത്തിക്കുന്നുണ്ട്. ദൈവിക വെളിപ്പാടുകൾ സ്വീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട വംശമെന്ന പ്രത്യേക പദവി ലഭിച്ചവരായിരുന്നു യഹൂദർ. കാലങ്ങളിലുണ്ടായ വെളിപ്പാടുകളുടെ സ്വീകർത്താക്കളായിരുന്നുവെങ്കിലും വെളിപ്പാടുകളുടെ പൂർത്തീകരണമായ യേശുവിനെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. അത് അവരുടെ മേൽ ന്യായവിധി വരുത്തിയിരിക്കുന്നു. അവർ ദൈവിക പരിജ്ഞാനത്തെ തിരസ്കരിച്ച് കളഞ്ഞു. യേശു തമ്പുരാൻ ലോകത്തിൽ അവതീർണനാകും വരെ ദൈവത്തെ യഥാർത്ഥമായി അറിയുന്നതിന് മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല. ദൈവശബ്ദം അവർ പൂർണ്ണമായി കേട്ടിരുന്നുമില്ല. മനുഷ്യർ അവരുടെ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ദൈവഹിതം ഒരിക്കലും അവർ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ വചനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാകാതിരുന്നത് കൊണ്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവിനെയാണ് അവർ നിരാകരിച്ചത്. രണ്ടാമത്, തൻ്റെ ശുശ്രൂഷകളിലൂടെ യേശു തമ്പുരാൻ പാപത്തെ തുറന്നു കാണിച്ചു. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ജനം ദൈവത്തെ പ്രസാദിപ്പിക്കുമാർ നടക്കേണ്ട രീതിയെക്കുറിച്ചും യേശു തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രബോധിപ്പിച്ചു. സത്യവഴിയെ കർത്താവ് തുറന്ന് കാണിക്കുകയും ദൈവിക പുത്രത്വത്തിൻ്റെ മാതൃക കാട്ടിത്തരികയും ചെയ്തു. മനുഷ്യ പാപങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് ബോധം വരുത്തുക മാത്രമല്ല, പാപമോചനത്തിൻ്റെ മാർഗം എന്തെന്ന് യേശു പഠിപ്പിക്കുകയും ചെയ്തു. പൂർവകാല പാപങ്ങളുടെ ക്ഷമാമാർഗം കാണിക്കുക മാത്രമല്ല, പാപ പ്രലോഭനങ്ങളെ വർത്തമാനകാലത്ത് അതിജീവിക്കാനുള്ള ശക്തിയും പകർന്ന് കൊടുത്തു. മൂന്നാമത്, യേശുവിലൂടെയുള്ള ദൈവിക വെളിപ്പാടുകളുടെ അല്ലെങ്കിൽ ആ വെളിപ്പാടുകളെയൊക്കെ തിരസ്കരിച്ച ലോകത്തിൻ്റെ ഭാഗധേയം അപ്രകാരം സങ്കടകരമായപ്പോൾ ശിഷ്യർക്കാകട്ടെ വലിയ അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അവർ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുള്ളവരാണ്. യേശുക്രിസ്തുവിനോട് നിരന്തരം ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും. യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിരന്തരം തങ്ങളുടെ ഉള്ളിൽ യേശുവിനെ അറിയുന്നതിനാൽ തങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് അവർ കർത്താവിനെ ചുറ്റുപാടുകളിൽ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിലൂടെയുള്ള ഈ സാക്ഷ്യം വളരെ ഫലകരമായി ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. വ്യക്തിപരമായി ദൈവാനുഭവം പരിശുദ്ധാത്മാവിലൂടെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഫലകരമായി ദൈവിക സാക്ഷ്യം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വായിച്ച വേദഭാഗങ്ങളുടെ 22-ാം വാക്യം മുതൽ 27 വരെയുള്ള വേദഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കർത്താവ് തൻ്റെ ഫെയർവെൽ മെസ്സേജിൽ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ഉറപ്പ് കൊടുക്കുന്നു, വാഗ്ദാനം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇൻവിസിബിൾ പ്രസൻസ് ആണ്. യേശുക്രിസ്തു ഒരു ഫിസിക്കൽ പ്രസൻസ് ആയി നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇൻവിസിബിൾ പ്രസൻസ് ശിഷ്യന്മാർക്കും ലോകത്തിനും എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവിക സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. തന്നെ കാര്യസ്ഥനായി നമുക്ക് നൽകപ്പെട്ടു.
അതുകൊണ്ട് നാം എവിടെയായിരുന്നാലും ഏത് കാലഘട്ടത്തിലായിരുന്നാലും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു നിറസാന്നിധ്യം എന്ന് പറയാം, അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇത് പകൽക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കൾ എന്ന പദവി ലഭിച്ചിട്ടുള്ള നമുക്ക് അതിനോട് അനുബന്ധമായുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനുഷ്യബുദ്ധിക്ക് മറഞ്ഞിരിക്കുന്ന ദൈവത്തെ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകത്തക്ക വിധം ഭൂമിയിൽ അവതരിപ്പിച്ച കർത്താവെ, അവിടുത്തെ വചനങ്ങളും വഴികളും പിൻപറ്റി ദൈവമക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയുള്ള കരം അടിയങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ നിറസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, മറ്റ് ആവശ്യങ്ങളിലും ഭാരങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനമ്പുരാന്റെ കരുതലുള്ള കരം നീട്ടണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.